2 വർഷം മുമ്പ് വയനാട്ടിലെ ചൂരൽമലയിലും പ്രദേശങ്ങളിലും ഉണ്ടായ ഉരുൾപൊട്ടലിന്റെ ഭയാനകമായ ദൃശ്യങ്ങളും അവരുടെ കണ്ണീരും വേദനയുമെല്ലാം ഇന്നും നമുക്ക് മുന്നിലുണ്ട്. ആ സംഭവത്തിന് 2 വർഷം തികയും മുന്നേ മറ്റൊരു ദുരന്തത്തിനു കൂടിയാണ് ഇപ്പോൾ വയനാട് ജനത സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്തവണത്തേത് മനുഷ്യന്റെ അലംഭാവം വരുത്തിവെച്ചതാണെന്നു മാത്രം. കണ്ണാടിയിലെ തുരങ്കപാതയുടെ പദ്ധതി പ്രദേശത്താണ് കനത്ത മഴയിൽ മണ്ണിടിഞ്ഞു വീണത്. സമീപത്തെ ഹോട്ടലിന്റെ CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഞെട്ടലോടെയാണ് മലയാളികൾ മുഴുവൻ ഇപ്പോഴത് കണ്ടുകൊണ്ടിരിക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് മുകൾ ഭാഗത്തു നിന്നും വലിയ ശബ്ദങ്ങൾ കേട്ട് പരിസരവാസികൾ പുറത്തിറങ്ങി നോക്കുന്നത് കാണാം. പിന്നാലെയാണ് വലിയ മല ഇളകി വരും പോലെ ചെളിയും വെള്ളവും എല്ലാം കൂടി നിമിഷങ്ങൾക്കുള്ളിൽ കുത്തിയൊലിച്ച് ഞൊടിയിടയിൽ താഴേക്കെത്തുന്നത്. ഓടി മാറാൻ സാധിക്കും മുന്നേ ഞൊടിയിടയിൽ മണ്ണും വെള്ളവും എല്ലാം കൂടി കുതിച്ചെത്തുകയായിരുന്നു. അപ്പോഴാണ് മീനാക്ഷി പാലത്തിലൂടെ കുറെ പേർ ഓടി വരുന്നത്. അക്കൂട്ടത്തിൽ ഒരു ചേച്ചിയും ചേട്ടനുമുണ്ട്. മരണം പിന്നിലെന്ന പോലെ മണ്ണും ചെളിയും ഇരച്ചെത്തുമ്പോൾ ഭാര്യയുടെ കൈവിടാതെ വലിച്ചുകൊണ്ടോടുകയായിരുന്നു അയാൾ. എന്നാൽ പാലം കഴിയും മുന്നേ തന്നെ തലയ്ക്ക് മുകളിൽ ഒലിച്ചെത്തിയ ചെളി അവരെ വീഴ്ത്തുകയായിരുന്നു. പിന്നിലുണ്ടായ ടിപ്പറും ജീപ്പുമെല്ലാം ഞൊടിയിടയിൽ അടിച്ചു തെറിച്ചു വീണു. അതിനിടയിൽപ്പെട്ട് കൃത്യം ജീപ്പിന് മുന്നിലേക്ക് വീണ് ഇരുവരും ഭാഗ്യത്തിനാണ് ടിപ്പറിനടിയിൽപ്പെടാതെ ജീവൻ കാത്തത്. അവർക്കൊപ്പവും പിന്നിലുമെല്ലാമായി ഓടിയവർക്ക് മുകളിലേക്ക് ചെളിവെള്ളം കുതിച്ചു വീഴുന്നതും കാണാം. അവരൊക്കെ ജീവനോടെ ഉണ്ടോ എന്ന് പോലും ഇപ്പോഴും നിശ്ചയമില്ല. എങ്കിലും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ആ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ ശ്വാസമടക്കി പിടിച്ചുകൊണ്ട് ലോകം മുഴുവൻ കാണുന്നത്. അതേസമയം ഈ മണ്ണിടിച്ചിലിൽ 4 പേർക്ക് മരണം സംഭവിച്ചുവെന്നാണ് ഔദ്യോഗികമായി ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. തുരങ്കപാതയ്ക്കായി നിർമ്മിച്ച കോൺക്രീറ്റ് ഭിത്തിയും മണ്ണിടിച്ചിലിൽ തകർന്നിട്ടുണ്ട്. മണ്ണിനടിയിൽ കുടുങ്ങിയ നിരവധി പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. 7 പേരെ കാണാനില്ല എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇവർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായി സംശയമുണ്ട്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിനിടെ മേപ്പാടി SIക്കും പരിക്കേറ്റു. ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ മുതൽ അതിതീവ്രമായ മഴയാണ് വയനാട്ടിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയും പ്രഖ്യാപിച്ചു. തുരങ്കപാതയുടെ നിർമ്മാണം നടക്കുന്ന മീനാക്ഷി പാലത്തിന് സമീപമാണ് അതിഭയങ്കരമായ മണ്ണിടിച്ചിൽ ഉണ്ടായത്. കനത്ത മഴ കാരണം നിർമ്മാണ ജോലികൾ ഇന്നലെ നിർത്തിവച്ചിരുന്നു. പ്രദേശത്തുണ്ടായിരുന്നവരാണ് മണ്ണിനടിയിൽ കുടുങ്ങിയത്. വാഹനങ്ങളും കുടുങ്ങിയിട്ടുണ്ട്. അഗ്നിരക്ഷാസേന അടിയന്തര രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. ദുരന്ത നിവാരണ സേനാംഗങ്ങളും പ്രദേശത്തേക്ക് തിരിച്ചു. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ച പുലർച്ചെയും ഈ മേഖലയിൽ കനത്ത മഴ അനുഭവപ്പെട്ടിരുന്നു. നിർമ്മാണ മേഖലയിൽ ഉൾപ്പെടെ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഭയാനകമായ ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത്.